ഹേ ഗായ്സ് വെൽക്കം ടു വീഡിയോ ആൻഡ് യു വാച്ചിങ് ലാഫിംഗ് ലെമൺ. ഇന്ന് നമുക്ക് DIY ചെയ്ത് രണ്ട് സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒന്നൊരു വോൾ ഡെക്കറും സെക്കൻഡ് വൺ ഒരു ടെസ്റ്റ് ഡെക്കറും. എടാ, ഈ ഒരു ടൈപ്പ് വോൾ ഡെക്കറൊക്കെ പിൻട്രസ്റ്റ് യൂസ് ചെയ്യുന്നവർ എന്തായാലും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇത് നമ്മൾ എങ്ങനെ ബുക്കൊക്കെ വലിച്ചു കീറി ഉണ്ടാക്കേണ്ടത്, അത് കാരണം പലരും ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു സാധനമാണ്. പക്ഷേ ഇതിന് ബുക്കൊന്നും വേണ്ടടാ. നമ്മുടെ കയ്യിൽ പഴയ ന്യൂസ് പേപ്പർ ഉണ്ടോ? ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണെങ്കിൽ അതിങ്ങ് എടുത്തോ. അത് വെച്ച് നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് ഇതുപോലെ അതിൻ്റെ ആംഗിൾ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ റെഡ് കളർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇങ്ങെടുത്തോ. അതിൽ നമുക്ക് ചെറിയ ചെറിയ ഹേർട്ട് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഈ ഹേർട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഹേർട്ട് ആ ഒരു പേപ്പറിൻ്റെ അകത്ത് നിൽക്കണം. ആ ഒരു അളവിൽ മാത്രം നമ്മൾ ഈ ഹേർട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഹേർട്ട് സ്റ്റിക്ക് ചെയ്ത് ആ ഒരു പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിത് സ്റ്റിക്ക് ചെയ്യുമ്പം ഈ പേപ്പറിൻ്റെ മേളിലെ സൈഡിൽ കുറച്ച് സ്പേസ് വിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളിത് മടക്കി വെച്ചിട്ടാണ് ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ആ ത്രെഡിലേക്ക് നമ്മളിത് മടക്കി വെച്ചിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ടയിൽ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. അല്ലാതെ നമ്മൾ പേപ്പർ പഞ്ചിങ് മെഷീൻ കൊണ്ട് പഞ്ച് ചെയ്തിട്ട് ഹോൾ ഇട്ടിട്ട് അതിലൂടെ ഈ ട്വൈൻ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ സ്പേസ് വിടേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് അതിലൂടെ തന്നെ കയറ്റി വെക്കാം. ഞാൻ ഇത് ഒട്ടിച്ചെടുത്തതാണ്. എന്നിട്ട് ഞാനിത് ക്ലിപ്പ് ഇട്ടിട്ട് അത് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെച്ചു. ഇതതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഒരു ഡെസ്ക് ഡെക്കർ നോക്കാം. നമ്മുടെ ഡെസ്കിലൊക്കെ ഒരു പ്ലാന്റ് ഇരിക്കുന്ന ഒരു പ്രത്യേക പോസിറ്റീവ് വൈബല്ലേ. ഈ പ്ലാന്റ് നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് ഉണ്ടാക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് കളർ പേപ്പർ വേണം. കളർ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതിലൊരു ലീഫിൻ്റെ സ്ട്രക്ചർ വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ലീഫിൻ്റെ സ്ട്രക്ചർ എത്ര വരച്ചിട്ട് ശരിയാവുന്നില്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പോയൊരു ഇല കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് വരച്ചാലും മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ബോർഡർ ഒരു ഗ്രീൻ കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിപ്പം കുറച്ചുകൂടെ ഡാർക്ക് കളറുള്ള പേപ്പർ എടുക്കുന്നെങ്കിൽ വേറൊരു കുറച്ചുകൂടി ഡാർക്കായിട്ട് ഷെയ്ഡ് എടുത്ത് ഇത് സ്കെച്ച് ചെയ്തോ വാട്ടർ കളറോ എന്ത് യൂസ് ചെയ്താലും ഒന്ന് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ഒരു ഇലയുടെ പാറ്റേൺ ഒക്കെ ഇതിൽ വരച്ചു കൊടുക്കാം. ഇതുപോലൊരു 7, 8, 9, 10 ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പ്ലാന്റ് കിട്ടും. ഞാനിവിടെ ഒരു 8 ലീവ്സാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കാൻ വിട്ടുപോയതല്ല, ഞാനിത് വീഡിയോ ഓണാക്കി എടുത്ത് വെച്ചിരുന്നതാണ്. പക്ഷേ ഇതൊന്നും റെക്കോർഡായില്ല. ലാസ്റ്റ് ഇതിന് കമ്പിയൊക്കെ വേണം. കമ്പി യൂസ് ചെയ്യുന്ന പ്രോസസ്സൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അത് ജസ്റ്റ് പറഞ്ഞുതരാം. ഈ ഫ്ലവർ ഉണ്ടോ, ഇതും ഫ്ലോപ്പായിപ്പോയി. ഇതെല്ലാവരും ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് വരും, പക്ഷേ എനിക്കത് വന്നില്ലടാ. ഇനി നമ്മൾ കമ്പി എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഓവർനൈറ്റ് ഒട്ടിച്ചങ്ങ് വെച്ചിരുന്നു കഴിഞ്ഞാൽ രാവിലെ ഇത് സെറ്റായി കിട്ടും. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള പോട്ടിൻ്റെ അകത്ത് ടെർമോക്കോളോ ക്ലേയോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ബ്യൂട്ടിഫുൾ ഒരു പ്ലാന്റ് ആയിട്ട് കിട്ടും. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. എന്തായാലും വീഡിയോ കണ്ടതിന് താങ്ക് യു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.